വെൽക്കം ടു കേരള ഇൻ മുംബൈ. ഇന്ന് നമ്മളുടെ കൂടെ ഇവിടെ അതിഥിയായിട്ട് എത്തിയിരിക്കുന്നത് കേരളത്തിൻ്റെ ഏറ്റവും സീനിയറായിട്ടുള്ള ഭരണകർത്താവ്, മലയാളം സർവകലാശാലയുടെ ആദ്യത്തെ വൈസ് ചാൻസലർ, ഒരു മികച്ച കവി, എഴുത്തുകാരൻ, പ്രഭാഷകൻ എന്നിങ്ങനെ പല മേഖലകളിലും സ്വന്തം പാദമുദ്ര പതിപ്പിച്ച ബഹുമാന്യനായ ആദരണീയനായ ശ്രീ കെ ജയകുമാർ സാറാണ്. നമുക്ക് അദ്ദേഹത്തോട് ഒരു 2 മിനിറ്റ് സംസാരിക്കാം. നമസ്തേ. മലയാള ഭാഷയ്ക്ക് വലിയ പ്രാധാന്യം കൊടുത്തുകൊണ്ടുണ്ടായിരുന്ന ഒരു കരിക്കുലമാണ് നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ ഉണ്ടായിരുന്നത്. അന്നത്തെ കാലത്ത് മലയാള ഭാഷയുടെ വ്യാകരണത്തിൻ്റെ ക്ലാസ്സുകൾ സ്ഥിരമായി നടന്നിരുന്നു. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് മലയാള ഭാഷ വളരെ വ്യക്തമായി അതിൻ്റെ ഉച്ചാരണത്തിലും അർത്ഥത്തിലുമൊക്കെ കൊണ്ടു നടക്കാൻ കഴിയുമായിരുന്നു. ഇംഗ്ലീഷ് മീഡിയത്തിൻ്റെ അതിപ്രസരം കാരണം മലയാളത്തിൻ്റെ വ്യാകരണ ക്ലാസ്സുകൾ മിക്കവാറും എല്ലാ സ്കൂളുകളിലും ഏതാണ്ടില്ലാതായിരിക്കുകയാണ്. ഇതുമൂലം എനിക്ക് തോന്നുന്നു നമ്മുടെ സംസ്കാരത്തിൽ നിന്നും നമ്മുടെ പുതിയ തലമുറ അകന്നു പോകുന്നില്ലേ എന്നൊരു സംശയത്തിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് സാറിൻ്റെ വിലപ്പെട്ട അഭിപ്രായം? ഒരുപാട് പലതരത്തിൽ സമീപിക്കാവുന്നൊരു ചോദ്യമാണത്. ചോദ്യത്തിൽ ചില മുൻവിധികളുമുണ്ട്. പിന്നെ അതിനകത്ത് ആദ്യം പറയേണ്ടത്, ഗ്രാമർ പഠിപ്പിക്കുന്നില്ല, മലയാളം മീഡിയം പഠിപ്പിക്കുന്നില്ല, ഇംഗ്ലീഷ് മീഡിയം പഠിപ്പിക്കുന്നതുകൊണ്ട് ഭാഷയിൽ നിന്ന് കുട്ടികൾ അകന്നു പോകുന്നു എന്നുള്ളത് പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുള്ളൊരു സംഭവമാണിത്. പ്രത്യേകിച്ച് ഞാൻ ഈ മലയാള സർവകലാശാല സ്ഥാപിക്കാനൊക്കെ നടക്കുമ്പോൾ ഇത് ഒരുപാട് പ്രാവശ്യം പലരും ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്, ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യമാണ്. ഇതിനകത്ത് ഇപ്പോൾ എനിക്ക് പറയാനുള്ളൊരു ഉത്തരം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ചില സ്കൂളുകളിൽ നമ്മൾ ചോദിച്ചാൽ പറയും, ഇവിടെ കുട്ടികളെ കിട്ടണമെങ്കിൽ സാർ ഇവിടെ ഒരു 2 ഇംഗ്ലീഷ് മീഡിയം ഡിവിഷൻ കൂടെ കിട്ടിയാൽ മാത്രമേ കുട്ടികളെ കിട്ടൂ, ഇല്ലെങ്കിൽ ഒരു കുട്ടി ഇവിടെ ചേരില്ല. അപ്പോൾ ഇത് ഡിമാൻഡ് ആൻഡ് സപ്ലൈയുടെ ഒരു വിഷയമുണ്ട് ഇതിനകത്ത്. പേരൻസിനൊന്നും മലയാളം മീഡിയം വേണ്ട, മീഡിയം പോയിട്ട് മലയാളം പഠിക്കണം എന്ന് തന്നെ ആഗ്രഹമില്ല. പേരൻസാണ് ഈ സ്കൂൾസിനോട് പറഞ്ഞിട്ട്, സാധാരണ ഞാൻ ഗവൺമെൻറ് സ്കൂളുകളെ പറ്റിയാണ് പറയുന്നത്, അല്ലെങ്കിൽ എയ്ഡഡ് സ്കൂളുകളെ പറ്റിയാണ് പറയുന്നത്, അല്ലാതെ പിന്നെ CBSE ICSE സ്കൂളുകളെ പറ്റിയല്ല. സാധാരണ ഗവൺമെൻറ് സ്കൂളുകളിലും എയ്ഡഡ് സ്കൂളുകളിലും പോലും പേരൻസിന് വേണ്ടത്, രക്ഷിതാക്കൾക്ക് വേണ്ടത് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ക്ലാസ് വേണം. അപ്പോൾ സ്വാഭാവികമായിട്ടും സ്കൂൾ നിലനിർത്താൻ വേണ്ടി അവർ ഇംഗ്ലീഷ് മീഡിയം തുടങ്ങുന്നു. മലയാളം മീഡിയത്തിൽ പഠിക്കുന്ന പേരിനാരെങ്കിലുമൊക്കെ പഠിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കണമെന്നുള്ളത് കേരളത്തിലെ ഒരു മധ്യവർഗം എന്ന് പോലും ഞാൻ പറയുന്നില്ല, മിക്കവാറും രക്ഷിതാക്കൾ ഇന്ന് അതാണ് വേണ്ടത് എന്ന് ധരിച്ചിരിക്കുന്നു. ലോകത്ത് ഈ ആശയഗതിയൊക്കെ വന്നിട്ട് ഇതൊക്കെ മാറി. പിന്നെ ഒരു കൊളോണിയൽ ജീവിതത്തിൻ്റെ അനുകരണം എന്നുള്ള നിലയ്ക്കാണ് ഇംഗ്ലീഷ് ഭാഷയോടുള്ള പ്രേമം ഉണ്ടാകുന്നത്. ഇന്ത്യയിൽ ആധുനിക വിദ്യാഭ്യാസം അല്ലെങ്കിൽ മോഡേൺ എഡ്യൂക്കേഷൻ ഉണ്ടായതിനൊക്കെ ബ്രിട്ടീഷുകാരുടെ സ്വാധീനമുണ്ട്, പ്രത്യേകിച്ച് യൂണിവേഴ്സിറ്റി വിദ്യാഭ്യാസത്തിലൊക്കെ തന്നെ. അപ്പോൾ പരമ്പരാഗതമായി നമ്മൾ കേട്ട് ശീലിച്ചതും വിശ്വസിച്ച് പോകുന്നത് എന്തെന്ന് വെച്ചാൽ, ഈ പുതിയ ലോകത്ത് ജീവിക്കണമെങ്കിൽ ഇംഗ്ലീഷ് വേണം, ഇംഗ്ലീഷ് ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല, അല്ലാതെ ഈ മലയാളവും ശീലാവധി മലയാളം എന്നാണല്ലോ പറയുക, ഇതുകൊണ്ടൊന്നും ഒരു പ്രയോജനമില്ല എന്ന വളരെ വലിയൊരു പ്രായോഗിക ബുദ്ധി മലയാളിയെ കീഴടക്കി കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ അത് വളരെ രൂഢമൂലമാണെന്ന് ഞാൻ പറയുന്നത് വെറുതെ ഒരു വാക്ക് ഉപയോഗിച്ചതല്ല. കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം സഞ്ചരിച്ചാൽ, പ്രത്യേകിച്ച് ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ നമ്മൾ പല സ്ഥലങ്ങളിലും ഒരു ബോർഡ് കാണാം, ഇംഗ്ലീഷ് മീഡിയം LKG UKG അഡ്മിഷൻസ് ഓപ്പൺ. ഒരു കുട്ടിയെ ചേർക്കുന്നതിന് 25,000 രൂപയും 50,000 രൂപയും 1,00,000 രൂപയും LKGയിൽ പഠിപ്പിക്കാനായിട്ട് ഇപ്പോഴും ഈ LKG വിദ്യാഭ്യാസം എന്ന് പറയുന്നത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ LKG വിദ്യാഭ്യാസം എന്തിനാണ്? LKGയിൽ കഴിഞ്ഞിട്ട് ഈ കുട്ടി ഇംഗ്ലീഷ് മീഡിയം പഠിക്കുന്നു, എന്നിട്ട് 10ാം ക്ലാസ് കഴിയുമ്പോഴോ അല്ലെങ്കിൽ LKG കഴിയുമ്പോൾ തന്നെ ഏറ്റവും അടുത്തുള്ള CBSE സ്കൂളിലേക്ക് ഈ കുട്ടിയെ കൊടുക്കും. ഇവർ തമ്മിലുള്ള ധാരണയാണ്. ആരോ പറഞ്ഞതുപോലെ ഞാറ്റടിയാണിത്, ഞാറ് പറിച്ച് കാണാനുള്ള ഞാറ്റടിയാണ്. ഇവിടെ ഞാറുണ്ടാക്കുന്നു, പറിച്ചു കൊടുക്കുന്നു. അങ്ങനെ CBSE സ്കൂളുകൾ ആണ് ഇതിന് ഒരു അനുകൂലമായിട്ടുള്ള ഘടകം. ഒപ്പം രക്ഷിതാക്കളുടെ മുൻവിധികൾ. ഇപ്പോൾ ഇംഗ്ലീഷ് പഠിക്കേണ്ടതെന്നൊന്നും നമ്മളാരും ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഞാൻ ഈ മലയാള യൂണിവേഴ്സിറ്റിയുടെ ഒരു വക്താവായി നടക്കുമ്പോൾ ഇപ്പോഴും ഇംഗ്ലീഷ് പഠിക്കുന്നത് തെറ്റാണെന്ന് നമ്മൾ പറയുന്നില്ല. പഠിക്കണം, നല്ല ഇംഗ്ലീഷ് പഠിക്കണം, പൊട്ട ഇംഗ്ലീഷല്ല, നല്ല ഇംഗ്ലീഷ് പഠിക്കണം. പക്ഷേ നല്ല ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടി മലയാള വിദ്യാഭ്യാസം ആവശ്യമില്ല എന്നോ അനാവശ്യമാണ് എന്ന് ധരിക്കുന്ന മലയാളി മൗഢ്യത്തെ നമുക്ക് എതിർക്കേണ്ടതായിട്ടുണ്ട്. സർക്കാരിൻ്റെ ഭാഗത്ത് ഒരുപാട് ചെയ്യേണ്ടതുണ്ട്.
പൊതുജന സംഘടനകൾ ചെയ്യേണ്ടതുണ്ട്, രാഷ്ട്രീയ പാർട്ടികൾ ചെയ്യേണ്ടതുണ്ട്. കാരണം പ്രാഥമിക വിദ്യാഭ്യാസത്തിലെങ്കിലും മലയാളത്തിൽ അറിവ് ഉള്ള കുട്ടികളെ ഉണ്ടാക്കേണ്ടത് ഈ സംസ്കാരത്തിനും നമ്മുടെ ഭാഷയ്ക്കും ആവശ്യമാണ്. ഇപ്പോൾ ഈ കുട്ടികളത് മനസ്സിലാക്കുന്നില്ല. കാരണം ഈ മലയാളം അറിഞ്ഞുകൂടാത്ത ഒരു തലമുറയാണ് ഉന്നത വിദ്യാഭ്യാസത്തിലേക്ക് വരുന്നത്. പാവപ്പെട്ടവരല്ല, സാധാരണക്കാരനല്ല, ഏറ്റവും നന്നായിട്ട് പഠിച്ച് നല്ല ഉദ്യോഗങ്ങളിൽ പോകാൻ പോകുന്ന തലമുറ മുഴുവൻ ഈ ഒരു ചിന്താഗതിയുടെ ഇരകളായി. മലയാളം ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. കുട്ടിയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എന്തിനാ പല ഡോക്ടർമാരായവരെ, എഞ്ചിനീയർമാരായവരൊക്കെ എനിക്ക് മലയാളം പറയാനറിയാം, പക്ഷേ വായിക്കാൻ ബുദ്ധിമുട്ടാണ് എന്ന് പറയുന്ന എത്രയോ പേരെ എനിക്കറിയാം. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അങ്ങനെ ആയിപ്പോയി. ഇതിന് സമൂഹത്തിലാണ് മാറ്റം വരേണ്ടത്. സ്കൂളുകളിൽ അല്ലെങ്കിൽ കരിക്കുലം എന്നൊക്കെ പറയുന്ന കുറച്ച് ഡിമാൻഡ് ആൻഡ് സപ്ലൈ ആണ്. അതിനകത്ത് ഗവൺമെൻറ്റിനെ കുറ്റം പറയാനൊക്കെ വളരെ എളുപ്പമാണ്. കാരണം ഏറ്റവും നല്ല വിപ്പിംഗ് ബോയ് എന്ന് പറയുന്ന ഗവൺമെൻറ്റാണ്. ഗവൺമെൻറ് അങ്ങനെ ചെയ്യണം. ഗവൺമെൻറ് ചെയ്യുന്നതല്ല, ആളുകൾക്ക് വേണമോ വേണ്ടോ എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. എന്നിട്ടും മലയാള ഭാഷയിൽ പഠിപ്പിക്കണം എന്നൊക്കെ നിർബന്ധമുണ്ട്. CBSE അങ്ങനെ CBSE സ്കൂളുകളിൽ പോലും പഠിപ്പിക്കണമെന്നാണ്. പക്ഷേ എന്താണ് അവിടെ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഏറ്റവും കുറഞ്ഞ ഒരു 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് 3ാം ക്ലാസ്സിലെ കേരള പാഠാവലി പഠിപ്പിച്ച് അടിച്ചതിന് വേണ്ടി കരഞ്ഞു എന്ന് വരുത്തുക. ഇത് ആരെയോ ബോധ്യപ്പെടുത്താൻ അവനവൻ്റെ ഭാഷ പഠിക്കാനാണ് പറയുന്നത്, വേറൊന്നും പറയുന്നില്ല. അത് എന്തോ അടിച്ചേൽപ്പിക്കപ്പെട്ട വലിയ ഭാരം പോലെ കൊണ്ട് നടക്കുന്ന മലയാളിയോട് അത് മണ്ടത്തരമാണെന്ന് വിളിച്ച് പറയാൻ നിവൃത്തിയില്ല. ഞാൻ ഒരുപാട് പ്രസംഗങ്ങളിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യം ഇവിടെ ആവർത്തിക്കുകയാണ്. ഇതിൻ്റെ ഒരു മോശത്തരം മനസ്സിലാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു ഫ്രഞ്ചുകാരനോട് സംസാരിക്കുകയാണ് എന്ന് സങ്കല്പിക്കുക. ആ ഫ്രഞ്ചുകാരനോട് നമ്മൾ ചോദിക്കുന്നു, നിങ്ങളുടെ എഴുത്തുകാരൻ വിക്ടർ ഹ്യൂഗോയൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്, നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? എനിക്കറിയാൻ വയ്യ. ഈ ഫ്രഞ്ചുകാരൻ പറയുന്നത് വിക്ടർ ഹ്യൂഗോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. നമ്മൾ വേറെ ഏതെങ്കിലും ഫ്രഞ്ചുകാരെ പറ്റി പറയുന്നത് ഐ ഡോണ്ട് നോ ദീസ് ഫെലോസ് എന്ന് പറയുന്ന ഒരു ഫ്രഞ്ചുകാരൻ. ഇവനങ്ങോട്ട് പോകുമ്പോൾ നമ്മൾ തിരിച്ചെന്താണ് ബെസ്റ്റ് ഫ്രഞ്ച് കേട്ടോ, അവന് ഒരു ലുക്കും അറിഞ്ഞുകൂടാ എന്ന് നമ്മൾ പറയും. ഇതേപോലെ നമ്മുടെ കുട്ടികളെ പറ്റി ഏതെങ്കിലും അറിയാവുന്നുള്ളൊരു ഇംഗ്ലീഷുകാരനോ പാശ്ചാത്യനോ വന്നിട്ട്, നിങ്ങൾ ഹാവ് യു റെഡ് എഴുത്തച്ഛൻ, ഹാവ് യു റെഡ് കുമാരനാശാൻ, മമ്മി ഐ ഡോണ്ട് നോ ഹീ ഈസ് ആസ്കിങ് സോ മെനി സ്റ്റുപ്പിഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്ന കുട്ടികളാണ് നമ്മളുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലുള്ളത്. ആരാണ് ഇതിന് ഉത്തരവാദി എന്ന് ചോദിച്ചാൽ, ഈ സമൂഹത്തിൻ്റെ കൊടിയ അജ്ഞതയാണ് ഇതിന് ഉത്തരവാദി. ഇതിനൊരു മൂവ്മെൻറ്റില്ല. കൊച്ചു കൊച്ചു മലയാള പ്രസ്ഥാനങ്ങളൊക്കെ ഉണ്ട്, അതൊന്നും പോരാ. തമിഴ്നാട്ടിൽ നിങ്ങൾക്ക് CBSE അല്ല, ICSE അല്ല, ഇനി കേംബ്രിഡ്ജോ എന്തോ പഠിപ്പിച്ചോ, പക്ഷേ തമിഴ് പഠിച്ചിരിക്കണം എന്നുള്ളത് മസ്റ്റ്. ഇല്ലെങ്കിൽ നിങ്ങളവിടെ സ്കൂൾ നടത്തണ്ട. ആ ഒരു നിശ്ചയദാർഢ്യം കേരളീയ സമൂഹത്തിൽ നിർഭാഗ്യവശാൽ ഇല്ല. അതുണ്ടാവണമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം നമ്മളിത് അടിച്ചേൽപ്പിക്കുകയല്ല. കുട്ടി പോർച്ചുഗീസ് പഠിക്കുന്നതിനോ ഫ്രഞ്ച് പഠിക്കുന്നതിനോ നമുക്കെതിരില്ല. പക്ഷേ മലയാളം പഠിക്കുന്നത് നിൻ്റെ മറ്റു ഭാഷാ പഠനത്തിന് നല്ലതാണ്. അതൊന്ന്. 2, അവനവൻ്റെ മാതൃഭാഷയിൽ ആശയങ്ങൾ ഉൾക്കൊള്ളാൻ കഴിഞ്ഞാൽ ഈ കുട്ടിക്ക് ധൈഷണികമായിട്ടുള്ള ഒരു സാഹസികത ഉണ്ടാവും, ഒരു ഇൻ്റലക്ച്വൽ ഒഡാസിറ്റി ഉണ്ടാവും. ആ ഒഡാസിറ്റിയിൽ നിന്നാണ് പുതിയ അറിവുകൾ, പുതിയ കാഴ്ചപ്പാടുകൾ, പുതിയ കണ്ടുപിടുത്തങ്ങളൊക്കെ നടത്താൻ നമുക്ക് സാധിക്കുന്നത്. അതുകൊണ്ടാണ് മാതൃഭാഷയിൽ വിദ്യാഭ്യാസം നടത്തിയ രാജ്യങ്ങളിൽ നിന്നാണ് ഇപ്പോഴും നോബൽ ജേതാക്കൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഫ്രഞ്ച് ആയാലും ശരി, പിന്നെ ജപ്പാനായാലും ശരി, ജർമ്മനി ആയാലും ശരി, അമേരിക്ക ആയാലും ശരി, ഇംഗ്ലീഷ് അവരുടെ മാതൃഭാഷയാണ്. അപ്പോൾ അതുകൊണ്ട് മാതൃഭാഷയിൽ ആശയങ്ങൾ ഉൾക്കൊള്ളാനുള്ള അവസരമാണ് നമ്മുടെ മാതാപിതാക്കളുടെ ബാലിശമായിട്ടുള്ള മുൻവിധികൾ കാരണം നമ്മുടെ വളരെ മിടുക്കരായിട്ടുള്ള കുട്ടികൾക്ക് നഷ്ടമായിക്കൊണ്ടിരിക്കുന്നത് എന്ന തിരിച്ചറിവിലാണ് ഞാൻ നിൽക്കുന്നത്. അതുകൊണ്ട് ഈ ചോദ്യത്തിന് പലതരത്തിൽ നമുക്ക് പറയാം. ഇതാണെങ്കിൽ ഒരു ഏറ്റവും പ്രകടമായിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് എനിക്ക് തോന്നിയ ആശയങ്ങൾ ഇതൊക്കെയാണ്. മലയാളം യൂണിവേഴ്സിറ്റി, തുഞ്ചത്താചാര്യൻ്റെ പേരിലുള്ള യൂണിവേഴ്സിറ്റി, അതിൻ്റെ ആദ്യത്തെ വൈസ് ചാൻസലറാണ് താങ്കൾ. തീർച്ചയായിട്ടും ഇത്ര വലിയ ഒരു ഉദ്യമം തുടങ്ങുമ്പോൾ വളരെയധികം വെല്ലുവിളികൾ ഉണ്ടായി കാണും, പല തരത്തിലുള്ള വെല്ലുവിളികൾ. അതിനെപ്പറ്റി ഒന്ന് സംസാരിക്കും. ഏറ്റവും വലിയ വെല്ലുവിളി എന്തിനാണ് ഈ ഒരു യൂണിവേഴ്സിറ്റി എന്ന ഈ ഒരു മലയാളി മൗഢ്യത്തിനോട് മറുപടി പറയുക എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയ. ഇവിടെ 13 യൂണിവേഴ്സിറ്റികളിൽ എന്തിനാണ് ഇങ്ങനെ ഒരു യൂണിവേഴ്സിറ്റി, അത് മലയാളം യൂണിവേഴ്സിറ്റി. അപ്പോൾ ആളുകൾ ധരിച്ചിരിക്കുന്നു, ഇപ്പോഴും ധരിച്ചുകൊണ്ടിരിക്കുന്നത് പലരും, മലയാളം MA പഠിപ്പിക്കാൻ ഒരു യൂണിവേഴ്സിറ്റി എന്നാണ്. മലയാള സാഹിത്യവും മലയാള ഭാഷയും പഠിപ്പിക്കാൻ ഈ മണ്ടന്മാർ പോയി യൂണിവേഴ്സിറ്റി തുടങ്ങിയിരിക്കുന്നു. അത്രത്തോളം മന്ത്രത്തിന് നമുക്കില്ല, ആർക്കും ഇല്ല, ഒരു മനുഷ്യനും ഇല്ല. അപ്പോൾ ഇത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട കാര്യം ഇപ്പോഴും ഉണ്ട്. സർവകലാശാല വന്നിട്ട് ഇപ്പോൾ ഏതാണ്ട് 10-12 വർഷമായെങ്കിൽ പോലും 13 വർഷമാകുന്നു. ഒക്ടോബർ ആയപ്പോൾ 13 വർഷമായി. ഇപ്പോഴും നമുക്ക് കേരളീയ സമൂഹത്തിനോട് എന്തിനാണ് ഈ സർവകലാശാല എന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ട ഒരു ചുമതല ബാക്കി കിടക്കുകയാണ്.
പലരും വിചാരിച്ചിരിക്കുന്നത് ഈ പറയുന്ന പോലെ മലയാള സാഹിത്യവും മലയാള ഭാഷയും ഒക്കെ പഠിക്കാനാണ്. അല്ല, ആദ്യത്തെ ദിവസം മുതൽ തന്നെ ഫസ്റ്റ് ഇയർ തൊട്ട് തന്നെ അവിടെ എന്താണ് പഠിപ്പിച്ചത്? ഏത് തരത്തിലുള്ള വിഷയവും ഏത് വിഷയവും, അത് ശാസ്ത്രമാകാം, മാനവികതയാകാം, എന്തുമാകാം, മാനവിക വിഷയങ്ങളാവാം, ഇതെല്ലാം തന്നെ മലയാളം എന്ന് പറയുന്ന മാധ്യമത്തിലൂടെ പഠിക്കാനും പഠിപ്പിക്കാനും ഗവേഷണം ചെയ്യാനും സാധിക്കും. ഇത് സ്ഥാപിച്ചെടുക്കലാണ് മലയാള സർവകലാശാലയുടെ ഫണ്ടമെൻ്റലായിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള ലക്ഷ്യം. ഇതിൻ്റെ മാതൃക എന്ന് പറയുന്നത് ഞാൻ ഈ പറഞ്ഞ ജർമ്മനിയും ഫ്രാൻസും ഒക്കെ തന്നെയാണ്. അവിടെ ഏറ്റവും വലിയ ഗവേഷണം നടക്കുന്നതും ഫ്രഞ്ച് ഭാഷയിലാണ്. ഐൻസ്റ്റീൻ തൻ്റെ പ്രബന്ധം എഴുതിയത് ഇംഗ്ലീഷിലല്ല, അദ്ദേഹത്തിൻ്റെ മാതൃഭാഷ ജർമ്മനിയിലാണെന്നാണ് എൻ്റെ ഓർമ്മ. ജർമ്മനിലാണ്. അതുകൊണ്ട് ലോകത്ത് ഈ ഏറ്റവും പുതിയ അറിവുകൾ പോലും ഇംഗ്ലീഷിൽ മാത്രമേ സാധിക്കൂ എന്ന ഒരു വിചാരമൗഢ്യത്തിന് എതിരെയുള്ള പ്രതിരോധമാണ് മലയാള സർവകലാശാല. ആദ്യം അവിടെ 5 വിഷയങ്ങൾ ഞങ്ങൾ തുടങ്ങി. തീർച്ചയായിട്ടും മലയാളത്തെ മുൻഗണനയുണ്ട്. മലയാള MA ഉണ്ട്, സാഹിത്യരചന എന്നൊരു കോഴ്സ് വന്നു, ഭാഷാശാസ്ത്രം വന്നു, പിന്നെ സാംസ്കാരിക പഠനം വന്നു, മാധ്യമ പഠനം വന്നു, ചലച്ചിത്ര പഠനം വന്നു, പിന്നെ ചരിത്രം വന്നു, പിന്നെ സിനിമ പഠനം വന്നു, അത് ഞാൻ പറഞ്ഞു. പിന്നെ പ്രാദേശിക വികസനത്തിൽ ലോക്കൽ അഡ്മിനിസ്ട്രേഷനെ പറ്റി ഒരു പുതിയ കോഴ്സ് വന്നു. ഇപ്പോൾ പരിസ്ഥിതി പഠനത്തിൻ്റെ ഒരു കോഴ്സ് വന്നു. ഇപ്പോൾ എനിക്ക് തോന്നുന്ന ഒരു കമ്പ്യൂട്ടർ അതിനെപ്പറ്റി ഒരു കോഴ്സ് പുതിയ ഞാൻ പോകുന്നതിന് മുമ്പ് ഈ 10 കോഴ്സുകൾ എന്തായാലും സോഷ്യോളജി വന്നു. ഇതെല്ലാം മലയാളത്തിൽ പഠിപ്പിച്ചു. അപ്പോൾ ആദ്യം നമ്മൾ ബോർഡ് ഓഫ് സ്റ്റഡീസ് വിളിച്ച് കൂട്ടുമ്പോൾ ഈ ബോർഡ് ഓഫ് സ്റ്റഡീസിൽ അംഗങ്ങൾ തന്നെ പറയുന്നത്, സാറേ ഇതൊക്കെ എങ്ങനെ പഠിപ്പിക്കുന്നു? ഇതൊന്നും നമുക്ക് ടെക്സ്റ്റ് ബുക്കില്ല, ഓതൻറ്റിക് ആയിട്ടുള്ള റെഫറൻസ് ബുക്കില്ല. ഞാൻ പറയാം, അതൊക്കെ ഇംഗ്ലീഷിലോ ഏത് ഭാഷയിലോ ഉണ്ടായിക്കോട്ടെ. അതിനെ നമ്മൾ ഈ പഠനത്തിൻ്റെ ഭാഗമായിട്ടും പിന്നീടുള്ള ഗവേഷണത്തിൻ്റെ ഭാഗമായിട്ടും മലയാള സർവകലാശാലയുടെ പ്രസിദ്ധീകരണ ചുമതലയുടെ ഭാഗമായിട്ടുമൊക്കെ എത്രത്തോളം നമുക്ക് മലയാളത്തിലേക്ക് ഇതിനെ ഭാഷാന്തരപ്പെടുത്തി കൊണ്ടുവരാമോ, പ്രാദേശികമായ അറിവ് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുമോ, അതെല്ലാം നമ്മൾ എഴുതണം. ഇപ്പോൾ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടുണ്ട്, അവരുടെ ജോലിയും ഇത് തന്നെയാണ്. ശാസ്ത്ര സാങ്കേതിക വിഷയങ്ങളൊക്കെ മലയാളത്തിലേക്കുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർന്നുകൊണ്ട് മലയാള ഭാഷയ്ക്ക് ഇതെല്ലാം സാധിക്കും എന്ന് അയത്നമായിട്ട് ഈ ലോകത്തിനോട് പറയണം. ഒരു പരിധിവരെ മലയാള സർവകലാശാലയ്ക്ക് അത് സാധിച്ചു. പക്ഷേ ഇത് പോരാ. ഇതിൻ്റെ വിജയം കണ്ടിട്ട് മറ്റ് സർവകലാശാലകളിലും മലയാളം മീഡിയത്തിൽ ഞങ്ങൾ സ്റ്റാറ്റിസ്റ്റിക്സ് പഠിപ്പിച്ചോട്ടെ, ഞങ്ങൾ ഫിസിക്സ് പഠിപ്പിച്ചോട്ടെ എന്ന് ചോദിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് നിർഭാഗ്യവശാൽ ഉണ്ടായിട്ടില്ല. ഇപ്പോഴും ആശ്ചര്യത്തോടുകൂടി നോക്കട്ടെ, എങ്ങനെയാണ് ഇത് പഠിപ്പിക്കുന്നത്? അതിനൊരു മറുവശം കൂടിയുണ്ട്, വളരെ ഒരു കോമിക്കൽ മറുവശം കൂടിയുണ്ട്. ഇവിടെ ഇംഗ്ലീഷ് സാഹിത്യം പോലും മലയാളത്തിലാണ് ഈ ചില ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ കുട്ടികൾ പറഞ്ഞു കൊടുക്കുന്നത്. കീറ്റ്സിൻ്റെ ഓട്ട് ടു എ നൈറ്റിംഗേൽ, അത് വാനമ്പാടിയോട്ടുള്ള പാട്ട് എന്ന് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കുന്നതാണ്. അതാണ് നിലവാരം. എന്നാലും ഇംഗ്ലീഷിലേ പഠിക്കൂ. ഇതാണ് മലയാള. അപ്പോൾ ആദ്യകാലത്ത് ഇത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയ പ്രശ്നം. പിന്നെ നമ്മുടെ ആളുകളെ തന്നെ ഇത് ബോധ്യപ്പെടുത്തുക, ഇതിന് ആവശ്യമുണ്ട്. ആത്യന്തികമായി ഒരു നിയോ കൊളോണിയൽ പ്രസിസ്റ്റൻസ് ആണ് വാസ്തവത്തിൽ മലയാള യൂണിവേഴ്സിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കൊളോണിയൽ ഭരണം നമ്മളെ ഇംഗ്ലീഷ് ഭാഷയിലൂടെ മാത്രമേ നിങ്ങൾക്ക് ലോക പൗരനായി തീരാൻ പറ്റൂ എന്ന് പറഞ്ഞുവെങ്കിൽ അല്ല, ഞങ്ങളുടെ ഭാഷയ്ക്കും നിങ്ങളുടെ ഭാഷയിലുള്ള എല്ലാ നൈപുണികളുമുണ്ട്. എന്ത് വിഷയവും കൈകാര്യം ചെയ്യാനുള്ള ഒരു വഴക്കം ഈ മലയാളത്തിനുണ്ട് എന്ന് ലോകത്തിനോട് എനിക്ക് വിളിച്ചു പറയണം. ഞങ്ങൾ വേറെ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് നോബൽ പ്രൈസ് കിട്ടുമെന്നുള്ള വിചാരത്തിൽ ഇപ്പോഴല്ല എപ്പോഴെങ്കിലും ഒരുപാട് മലയാള പുസ്തകങ്ങൾ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്താൻ ഒരു വലിയ പ്രോജക്റ്റ് ഞാൻ ആരംഭിച്ചു. ഞാനെന്ന് പറയുന്ന എൻ്റെ കാലത്ത് ആരംഭിച്ചു. ഒരു 10-15 പുസ്തകങ്ങൾ ഞങ്ങൾ ഇറക്കി, വലിയ പബ്ലിഷേഴ്സിനെ കൊണ്ട്. പക്ഷേ അത് ഞാൻ എന്നെ പോകുന്നതോടുകൂടി പിന്നെ അത് യൂണിവേഴ്സിറ്റിയുടെ ജോലിയല്ല എന്ന് പറഞ്ഞ് നിർത്തിക്കളഞ്ഞു. തമിഴ്നാട് ഗവൺമെൻറ് ഇത് കണ്ടെടുത്തിട്ട് 300 പുസ്തകങ്ങളാണ് അവർ, എനിക്ക് തോന്നുന്നു 50 കോടി രൂപ അതിനെ മാറ്റി വെച്ചിരിക്കുകയാണ്. എന്തിന്? തമിഴ് സാഹിത്യത്തെ ലോക സാഹിത്യത്തിന് പരിചയപ്പെടുത്തുക. നമ്മുടെ മലയാള ഭാഷയിലെ ഒരു സാഹിത്യകൃതിക്ക് ഒരു നോബൽ സമ്മാനം കിട്ടിയാൽ അതോടുകൂടി ഇന്നിപ്പോൾ ഇംഗ്ലീഷിൻ്റെ പിന്നാലെ പായുന്ന ഈ മലയാള മന്ദതയുണ്ടല്ലോ, എൻ്റെ കുട്ടിക്ക് മലയാളം പഠിച്ചേ പറ്റൂ എന്ന് പറയുന്ന രീതിയിലേക്ക് തിരിച്ചു വരും. കാരണം മലയാളി അങ്ങനെയാണ്, വളരെ ഒരു സൂപ്പർഫിഷ്യലായിട്ട് കാര്യങ്ങളെ കാണുന്ന ഒരു ശീലം നമുക്കുണ്ട്. ഒരുപാട് കാര്യത്തിൽ ബുദ്ധിമാന്മാരാണ്, പക്ഷേ ചില കാര്യത്തിൽ മണ്ടത്തരവുമുണ്ട്. ആ ഒരു മണ്ടത്തരം ഭാഷയോടുള്ള ഒരു മണ്ടത്തരമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. പോലും ഏതാണ്ട് 50 വർഷത്തെ ഔദ്യോഗിക ജീവിതം. ഞാൻ വ്യക്തിപരമായിട്ടൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. സാറിന് ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടായതും അതോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ വിഷമം ഉണ്ടാക്കിയതുമായ ഒരു ഉദാഹരണം, ഇൻസ്റ്റൻസ് പറയാൻ പറ്റുമോ? ഇങ്ങനത്തെ IAS ഇരുന്ന കാലത്ത് 35 വർഷം ഞാൻ സർവീസിൽ ഇരുന്നില്ല.
ആ കാലത്ത് ഒരുപാട് സംഭവങ്ങൾ ഇങ്ങനെ എല്ലാ ഫയലും പ്രശ്നമാണ്, എല്ലാം പ്രോബ്ലമാറ്റിക്കാണ്, എല്ലാം വേണമെങ്കിൽ വലിയ വിവാദങ്ങളാവും, ബോംബ് പോലെ പൊട്ടാം. പക്ഷേ നമ്മളത് കൈകാര്യം ചെയ്യുമ്പോൾ ചിലപ്പോൾ അങ്ങനെയൊന്നും സംഭവിക്കുന്നത്. എനിക്ക് അതിനകത്തൊന്നും വലിയൊരു എന്താ പറയുന്ന ഒരു എമോഷണൽ ഇൻവോൾവ്മെൻറ്റ്, എന്ത് സംഭവിക്കും എന്ന് ആശങ്കയുടെ നിമിഷങ്ങളൊന്നും എനിക്ക് സർവീസിൽ വലുതായിട്ട് ഉണ്ടായിട്ടില്ലെന്നാണ് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ. ഓഫ് കോഴ്സ് വലിയ പ്രധാനപ്പെട്ട ഒരുപാട് സംഭവങ്ങളുണ്ട്. ഇപ്പോൾ മുല്ലപ്പെരിയാർ ഡാം, ഞാൻ അന്തർ സംസ്ഥാന നദീജല തർക്കത്തിൻ്റെ സെക്രട്ടറി ആയിരുന്നു, ആഭ്യന്തര വകുപ്പ് സെക്രട്ടറി ആയിരുന്നു, എൻഡോസൾഫാനുമായിട്ട് ബന്ധപ്പെട്ട് കാർഷികോൽപാദന കമ്മീഷണറായിരുന്നപ്പോഴുള്ള പ്രശ്നങ്ങളുണ്ട്. പിന്നെ അതുപോലെ നമ്മുടെ പ്ലാച്ചിമടയിൽ റിപ്പോർട്ട് എഴുതാൻ ഞാൻ പോയി. അങ്ങനെ ഒരുപാട് പ്രശ്നഹരിതമായിട്ടുള്ള വിഷയങ്ങളിലൊക്കെ ഇടപെടുമ്പോഴും എനിക്കിത് അതിജീവിക്കാൻ പറ്റുമോ, പരിക്കില്ലാതെ പുറത്തു വരുമോ, അങ്ങനെയുള്ള ഒരാശങ്കയും എനിക്ക് ഉണ്ടായിട്ടേ ഇല്ല. അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയാം. ഒന്നീ മണ്ടത്തരം കൊണ്ടായിരിക്കും, മേ യു ആർ ടു നൈവ്, അല്ലെങ്കിൽ ഒരു ആത്മവിശ്വാസമോ ദൈവവിശ്വാസമോ എവിടെയോ ഉണ്ട്. നമ്മൾ കറക്റ്റായിട്ടൊരു കാര്യം ചെയ്താൽ അതിനപ്പുറമൊന്നും സംഭവിക്കാനില്ല. ഇനി സംഭവിച്ചാൽ തന്നെ അത് താൽക്കാലികമായിരിക്കും എന്നുള്ളൊരു വലിയ ഒരു ആത്മവിശ്വാസത്തോട് കൂടിയിട്ടാണ് ഞാൻ ഇതിനെ കൈകാര്യം ചെയ്യുന്നത്. എന്നാൽ മലയാള സർവകലാശാലയുടെ സ്ഥാപനവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ വ്യക്തിപരമായി എനിക്ക് ഒരു ഉത്തരവാദിത്വവും അത് ഡിഫെൻഡ് ചെയ്യേണ്ട ഉത്തരവാദിത്വവും ഒക്കെ തന്നെ വന്നു ചേർന്നത് റിട്ടയർമെൻറ്റിന് ശേഷം ഞാൻ വൈസ് ചാൻസലറായപ്പോഴാണ്. കാരണം 2-3 ഘടകങ്ങളുണ്ട് അതിന്. ഒന്ന്, ഞാനൊരു അക്കാദമിക പണ്ഡിതനല്ല, ഡോക്ടറേറ്റ് ഇല്ല, മാത്രമല്ല ഇത്രയും കാലം പഠിപ്പിച്ച ശീലമല്ല. ഞാൻ ഉദ്യോഗത്തിൽ ചീഫ് സെക്രട്ടറി ആയിട്ട് റിട്ടയർ ചെയ്തിട്ട് പിറ്റേന്ന് മലയാള സർവകലാശാലയുടെ വൈസ് ചാൻസലറായാലും ഇവിടെ വൈസ് ചാൻസലറാവാൻ യോഗ്യരായിട്ടുള്ള എത്രയോ പേരുള്ളപ്പോൾ എന്തിനാണ് ഇയാളെ വിളിച്ചുകൊണ്ട് വരുന്നത് എന്നും മലയാളി ചോദിക്കുന്നുള്ളത് എനിക്കും അറിയാം, എന്നെ നിയമിച്ചവർക്കും അറിയാം. ഇത് പലരും എന്നോട് ഒളിഞ്ഞും തെളിഞ്ഞും ഒക്കെ ചോദിച്ചിട്ടുണ്ട് ഞാൻ വൈസ് ചാൻസലറായ ഉടൻ തന്നെ. വൈസ് ചാൻസലറാകുമ്പോൾ അവിടെ ഒന്നുമില്ലല്ലോ, ഞാൻ മാത്രം എന്ന് പറഞ്ഞ പോലെ വൈസ് ചാൻസലർ മാത്രമല്ലേ ഉള്ളൂ. ഒരു തുണ്ട് പേപ്പർ വേണമെങ്കിൽ ആരുടെ കടം വാങ്ങിയാലേ കടയിൽ പോയി വാങ്ങേണ്ട സ്ഥിതിയല്ല. അവിടെ നിന്നാണ് നമ്മുടെ സർവകലാശാല ഉണ്ടാക്കിയത്. അതിൻ്റെ വെല്ലുവിളി അവിടെ നിൽക്കട്ടെ. ആദ്യമായി സ്വീകാര്യതയുടെ ഒരു വെല്ലുവിളി. ഒരു അഡ്മിനിസ്ട്രേറ്ററായിരുന്ന ഈ മൈറ്റ് ബി ആൻ ഓൾ റൈറ്റ്, തിരക്കേടില്ലാത്തൊരു ഉദ്യോഗസ്ഥനായിരുന്നിരിക്കാം, പക്ഷേ അതുകൊണ്ടൊരു സർവകലാശാലയുടെ വൈസ് ചാൻസലറാവുന്നത് എങ്ങനെ എന്നൊരു ചോദ്യം വന്നപ്പോൾ ഞാൻ സ്ഥിരമായി പറഞ്ഞുകൊണ്ടിരുന്നൊരു മറുപടിയുണ്ട്. ഞാൻ പറയും, ഞാൻ പണ്ഡിതനല്ല, പക്ഷേ പണ്ഡിതനെ കണ്ടാൽ തിരിച്ചറിയാനുള്ള വകതിരിവ് എനിക്കുണ്ട്. അത് മതി ഒരു വൈസ് ചാൻസലർക്ക്. ഇനി ഞാൻ ഏതെങ്കിലും വിഷയത്തിൽ പണ്ഡിതനാണെങ്കിൽ പോലും എൻ്റെ വിഷയത്തിലല്ലേ പാണ്ഡിത്യമുള്ളൂ. ഒരു വലിയ അക്കാദമിക് പണ്ഡിതൻ എവിടെ കൊണ്ടിരുത്തിയാലും അയാളുടെ വിഷയത്തിലേ പാണ്ഡിത്യമുള്ളൂ, ബാക്കിയെല്ലാം അയാൾക്ക് അന്യമാണ്. ഒരു കേരള യൂണിവേഴ്സിറ്റിയിൽ എത്രയെങ്കിലും വിഷയങ്ങളുണ്ട്, വൈസ് ചാൻസലർക്ക് ഒരു വിഷയമല്ലേ അറിയാവുള്ളൂ എന്ന് പറയുന്നത് പോലെ എനിക്കൊരു വിഷയം അറിയാം, പണ്ഡിതനെ കണ്ടാൽ തിരിച്ചറിയാമെന്നുള്ള വൈഭവം എനിക്കുണ്ട്, അത് മതി. അതുകൊണ്ട് കേരളത്തിൽ എത്രയോ പണ്ഡിതന്മാരും പ്രഗത്ഭരുമുണ്ട്, അവരെല്ലാം മലയാള സർവകലാശാലയ്ക്ക് വേണ്ടി പ്രവർത്തിക്കും. അത് ചെയ്യാൻ സാധിക്കുകയും ചെയ്തുകൊണ്ട് മാത്രമല്ല, ആദ്യത്തെ റെസിസ്റ്റൻസ് കഴിഞ്ഞപ്പോൾ ഈ സർവകലാശാലയുമായിട്ട് ബന്ധപ്പെടേണ്ടത് നമ്മുടെ ഒരു സന്തോഷവും അവകാശവുമൊക്കെയാണ് എന്ന് അധ്യാപകർക്ക് തോന്നിത്തുടങ്ങിയൊരു സന്ദർഭമുണ്ട്. പലരും വിളിക്കാത്തതുകൊണ്ട് എന്നോട് പിണങ്ങിയവരുമുണ്ട്. അങ്ങനെ പിന്നീട് പതുക്കെ നമ്മളെന്തോ ചെയ്യുന്നത് നന്നായിരിക്കുന്നു എന്നൊരു വിചാരം ഉണ്ടാക്കി തീർക്കാൻ എനിക്ക് സാധിച്ചു. ഇതിനകത്ത് വേറൊരു വലിയ സംഗതി, സാഹിത്യകാരന്മാരാണല്ലോ ഭാഷയുടെ ഒരു കസ്റ്റോഡിയൻസ് എന്ന് പറയുന്നത്. അവർ നമ്മളോടൊപ്പം ഇല്ല എങ്കിൽ മലയാളത്തിന് വേണ്ടി സ്ഥാപിക്കപ്പെട്ടൊരു സർവകലാശാലയ്ക്ക് ഉടയവനുണ്ടാവില്ല. അപ്പോൾ ഞാൻ അക്കാര്യത്തിൽ വളരെ ബോധപൂർവം തന്നെ സാഹിത്യകാരന്മാരുടെ ഒരു എൻഡോഴ്സ്മെൻറ്റ് ഈ സർവകലാശാലയ്ക്ക് ആവശ്യമാണെന്ന് ഞാൻ തിരിച്ചറിയും. ഇപ്പോൾ ഫിസിക്സ് പഠിപ്പിക്കുന്ന ആളിനും കെമിസ്ട്രി പഠിപ്പിക്കുന്ന ആളിനും ഈ യൂണിവേഴ്സിറ്റി എൻഡോഴ്സ് ചെയ്യാൻ സാധ്യമല്ല. ഭാഷയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് മാത്രമേ ഈ സർവകലാശാലയുടെ പ്രവർത്തനങ്ങൾ നന്ന് എന്ന് പറയാൻ സാധിക്കൂ. അങ്ങനെ എനിക്ക് അക്കാര്യത്തിൽ ഏറ്റവും വലിയ എനിക്ക് മറക്കാനാവാത്ത കൃതജ്ഞതയോടുകൂടി ഞാൻ ഓർക്കേണ്ടത്, ഒരുപാട് എഴുത്തുകാർ നമ്മളോടൊപ്പം നിന്ന് എങ്കിലും MT വാസുദേവൻ നായർ എനിക്ക് തന്ന ഒരു പിന്തുണ, അതിൻ്റെ മൂല്യം തിട്ടപ്പെടുത്താൻ സാധ്യമല്ല. അദ്ദേഹം മിക്കവാറും ഇവിടെ തുഞ്ചൻപറമ്പിൽ വരും. ഞങ്ങളുടെ യൂണിവേഴ്സിറ്റി അവിടെ നിന്ന് പിന്നെ ഒരു 6 കിലോമീറ്റർ ദൂരെയാണ്, വാക്കാടെന്ന് പറയുന്ന സ്ഥലത്താണ്. അദ്ദേഹം തുഞ്ചൻപറമ്പിലുള്ളപ്പോൾ ഞാൻ മിക്കവാറും പോയി കാണും. MT ഉണ്ടോ എന്ന് ചോദിച്ചാൽ പോയി കണ്ട് എങ്ങനെ ഇരിക്കുന്ന കാര്യങ്ങളൊക്കെ എന്ന് ചോദിക്കും. അപ്പോൾ ആ ഇടയ്ക്ക് ഈ കെട്ടിടം കെട്ടിക്കൊണ്ടിരിക്കുന്ന സമയം 100 ദിവസം കൊണ്ട് ഞാൻ കെട്ടിടം കെട്ടിയാൽ ഞാൻ ഈ താൻപോരിമ പറയണ്ട എന്ന് വിചാരിച്ചുകൊണ്ടാണ്. എങ്കിലും 2013 നവംബർ 1-ാം തീയതി ഞാൻ ചാർജ് എടുത്തു. 2012 നവംബർ 1-ന് ചാർജ് എടുത്തു. ഞാൻ 31-ാം തീയതി റിട്ടയർ ചെയ്തു. നവംബർ 1-ന് ഞാൻ വൈസ് ചാൻസലറായി. 2013 ഓഗസ്റ്റ് 27-ാം തീയതി ഞങ്ങൾ കോഴ്സുകൾ ആരംഭിക്കുമ്പോൾ അതിന് മുമ്പ് തന്നെ
ഓഗസ്റ്റ് മാസം ആദ്യം തന്നെ ഞങ്ങൾക്ക് 5 ക്ലാസ് മുറി നടത്താനുള്ള കെട്ടിടവും പുതിയ കെട്ടിടവും ഓഫീസും ലൈബ്രറിയും സെറ്റപ്പ് ചെയ്യാൻ എനിക്ക് സാധിച്ചു. അത് ഏപ്രിൽ 14 മറ്റോ തറക്കല്ലിട്ടപ്പോൾ ഞാൻ ആ മീറ്റിങ്ങിൽ വെച്ച് തന്നെ പറഞ്ഞു 100 ദിവസം കൊണ്ട് ഞങ്ങൾ ഈ കെട്ടിടം തീർക്കും. അന്ന് ദയവ് ചെയ്ത് ചിഹ്നം ഒന്ന് എല്ലാവരും ഡയറിയിലൊന്ന് കുറിച്ചോളെന്ന് പറഞ്ഞപ്പോൾ കൂടെ ഉണ്ടായിരുന്ന MLA-മാരൊക്കെ ചിരിച്ചു. ഞാൻ പറഞ്ഞു ചിരിക്കേണ്ട, ഐ മീൻ ഇറ്റ്. കൃത്യമായി 100 ദിവസം കഴിഞ്ഞപ്പോൾ 98 ദിവസമായപ്പോൾ ഞാൻ കെട്ടിടം തീർത്ത്. ഞാൻ പറഞ്ഞു ഇതൊക്കെ ഒരു വെല്ലുവിളി, ഒരു ചലഞ്ചായിട്ട് നമ്മൾ ഏറ്റെടുക്കുകയാണ്. അപ്പോൾ MT വാസുദേവനാരാണ് ഒരു ദിവസം എന്നോട് ചോദിച്ചു, ഏതായാലും ഞങ്ങൾ കെട്ടിടമൊക്കെ തീരും, ഭയങ്കര മഴയല്ലേ എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു അല്ല, തീരും MT, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, നമുക്ക് അങ്ങോട്ടൊന്ന് പോയാലോ, പോവാം. അന്ന് MTക്ക് ഇത്തിരി ആരോഗ്യമുണ്ട്, പിടിക്കണം. അപ്പോൾ എൻ്റെ കൂടെ കയറി വന്നപ്പോഴത്തേക്ക് ഈ പ്രധാന കെട്ടിടത്തിൻ്റെ കട്ടള വയ്ക്കാൻ തുടങ്ങുകയാണത്. നമുക്കതിന് ചടങ്ങൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ കട്ടളയ്ക്ക് വേണ്ടി എല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കും. കട്ടള വന്നു, കിട്ടുന്നു, വയ്ക്കും. അപ്പോൾ ഞാൻ നിൽക്കി കട്ടള വയ്ക്കൽ ചടങ്ങ് മലബാറിലൊരു പ്രധാന ചടങ്ങ്. ഞാൻ പറയും സാക്ഷാൽ ഇത് വയ്ക്കാൻ അർഹനായ ആൾ ദൈവം ഇവിടെ കൊണ്ടുവന്നിരിക്കുകയായിരുന്നു. എഴുത്തച്ഛൻ അയച്ചിരിക്കുകയാണ്, MT കട്ടള വയ്ക്കും. അങ്ങനെ യാദൃച്ഛികമാണെങ്കിലും ആയിട്ടാണെങ്കിലും സാക്ഷാൽ MT വാസുദേവനാരാണ് ഞങ്ങളുടെ യൂണിവേഴ്സിറ്റിയുടെ കട്ടള വച്ചിരിക്കുന്നത്. അത് നേരത്തെ നിശ്ചയിച്ചതല്ല, കട്ടള വയ്ക്കൽ ചടങ്ങ് നമ്മൾ ആലോചിച്ചില്ല. അന്ന് ഞാൻ MT കയറി കണ്ടപ്പോൾ എങ്ങനെ ഇരിക്കുന്നു ചോദിച്ചു. നമുക്ക് പോകാമെന്ന് പറഞ്ഞു. പോകുമ്പോൾ കട്ടള വയ്ക്കേണ്ട സമയമായി, കട്ടള വെച്ചു. അങ്ങനെ പിന്നെ MT എനിക്ക് തന്നു വലിയ ഒരു എൻഡോഴ്സ്മെൻറ്റ്, യു ആർ ഡൂയിങ് വെൽ, ജയകുമാർ കൃത്യമായ കാര്യങ്ങൾ ചെയ്യുന്നു, എനിക്കറിയാം, ഞാനിതൊക്കെ അന്വേഷിക്കുന്നുണ്ട്, അതെല്ലാവരോടും പറയും. അപ്പോൾ ആരോ എനിക്കെതിരായിട്ട് അവിടെ പോയി MTയോട് പറയും ഇയാൾ എന്തോന്നാണ് സാർ ചെയ്യുന്നതെന്നൊക്കെ. MTയോട് നിങ്ങൾ അങ്ങനെയൊന്നും പറയരുത്, നിങ്ങൾ വാച്ച് ചെയ്ത് കാണൂ, യു വെയിറ്റ്, ഇപ്പോഴേ മുൻകൂട്ടി ഒന്നും പറയാം. അയാൾ ഇല്ലായ്മയിൽ ഒരു സർവകലാശാല ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ എന്തിനാണ് അഭിപ്രായപ്പെടുന്നത്, നിങ്ങൾ ഒരു വർഷം വെയിറ്റ് ചെയ്യൂ എന്ന് പറഞ്ഞ് പലരെയും ശാസിച്ചത് എനിക്കറിയാം. പതുക്കെ എനിക്കൊരു വലിയ ഗുഡ് വില്ല്, MT മാത്രമല്ല, MT ഓഫ് കോഴ്സ്, MTയുടെ എല്ലാവരും ഉണ്ട്, MT ഇല്ലെന്ന് പറഞ്ഞാലും ക്ഷീണമാണല്ലോ, MT കൂടെ ഉണ്ട്. പത്മനാഭൻ നമ്മളോടൊപ്പം, MTയോട് അദ്ദേഹത്തിന് ഇഷ്ടമല്ലെങ്കിലും പത്മനാഭൻ, പത്മനാഭനും അദ്ദേഹവും ഞാൻ വിളിച്ചു വന്നു. എത്ര പേര് വന്നു, സുഗതകുമാരി ടീച്ചർ വന്നു, OMV സാറിന് വരാൻ പറ്റിയില്ല, C രാധാകൃഷ്ണൻ തൊട്ടടുത്തുണ്ട്, എല്ലാവരും, മുകുന്ദൻ വന്നു, സച്ചിദാനന്ദൻ വന്നു. മലയാളത്തിലെ എണ്ണം പറയാവുന്ന എല്ലാ എഴുത്തുകാരും അവിടെ വരികയും ഞങ്ങളുടെ പല കമ്മിറ്റികളിൽ അംഗമാവുകയും ഒരു സാഹിത്യോത്സവം ഞാൻ നടത്തി, കുട്ടികളുടെ യൂണിവേഴ്സിറ്റി സാഹിത്യോത്സവം, ആദ്യത്തെ അന്തർ സർവകലാശാല സാഹിത്യോത്സവം സാഹിതി. അത് 2014-15 ഞാൻ ആദ്യത്തെ നടത്തി. എന്തിനാണ്? എല്ലാ എഴുത്തുകാരും അവിടെ വരണം, പഴയവരും പുതിയതും ചെറുപ്പക്കാരും എല്ലാവരും വന്ന് മലയാള സർവകലാശാല കൊള്ളാം എന്ന് അവർക്ക് ബോധ്യപ്പെടണം. അവരുടേതാണ് ഈ സർവകലാശാല എന്ന് ഞാൻ ആജീവനം അവിടെ വൈസ് ചാൻസലർ ആവുന്നില്ല, 5 വർഷം. ഞാൻ പോയി കഴിഞ്ഞാൽ പോലും ഇത് അവരുടെ യൂണിവേഴ്സിറ്റിയാണെന്ന് മലയാളത്തിലെ എഴുത്തുകാർക്ക് തോന്നണമെന്നുള്ള വിചാരത്തിൽ എത്ര പേരവിടെ വന്നു. ഇപ്പോഴും എൻ്റെ അവിടത്തുള്ള പഴയ കുട്ടികളൊക്കെ പറയും അതൊരു നല്ല കാലമായിരുന്നു സാർ എന്നൊക്കെ പറയും. കാരണം എല്ലാവരെയും കാണാൻ സാധിക്കുന്നു. നമ്മൾ കാണാത്ത എഴുത്തുകാരൊക്കെ വരികയല്ലേ ഇവിടെ. ഓരോ വർഷവും 100 എഴുത്തുകാർ വെച്ച് വന്നുകൊണ്ടിരിക്കും. പിന്നെ അതുപോലെ ചലച്ചിത്രത്തിൽ നമ്മൾ ഭയങ്കര കാലമൊക്കെ നടത്തി, ചലച്ചിത്ര പഠനം ഉണ്ടാക്കി, ഒരു തിയേറ്റർ ഉണ്ടാക്കി, ചലച്ചിത്രോത്സവം നടത്തി. എത്ര പേര് അവിടെ നടൂർ വന്നു. പിന്നെ മധുസാറിനെ വിളിച്ചുകൊണ്ട് പോയി, KS സേതുമാധവൻ വന്നു, എല്ലാവരും വന്നു അവിടെ. അപ്പോൾ ഞാൻ പറയുന്നത് എനിക്കതിനകത്ത് വലിയൊരു പാഷനാണ് ഇത് ചെയ്യുമ്പോൾ. നേരത്തെ ചോദിച്ചാൽ ഏറ്റവും വെല്ലുവിളി ഉണ്ടായിരുന്ന ജോലി ഇതാണ് എന്ന് ഞാൻ പറഞ്ഞെങ്കിലും അതോടൊപ്പം തന്നെ നമുക്കിത് സൃഷ്ടിച്ചെടുക്കുന്നതിനകത്തുള്ളൊരു ആഹ്ലാദം ഏറ്റവും കൂടുതൽ ഞാൻ അനുഭവിച്ചതും ഇതിൽ തന്നെയാണ്. കാരണം എനിക്കിതിനകത്ത് ഇത്തിരി സ്വാതന്ത്ര്യമൊക്കെ ഉണ്ട്. സർക്കാർ നമ്മളെ തോളത്തിരിക്കുന്നില്ലാവും. പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഗവർണർ വഴി ഒന്ന് അറിയിക്കണമെന്നേ ഉള്ളൂ. ഒരുപാട് ഫങ്ഷണൽ ഫ്രീഡം. പണം എക്സസ് ആയിട്ടൊന്നും തന്നില്ല, പക്ഷേ കിട്ടിയ പണം വളരെ പിശുക്കി മാത്രമേ ഞാൻ ചിലവഴിച്ചുകൊണ്ട് ഞാൻ മിച്ചം വെച്ചിട്ടാണ് പോയത്. ഞാൻ നൂർത്ത് ആണ് കാണിക്കുന്നൊരു ഉദ്യോഗസ്ഥനെയല്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാം കൃത്യമായിട്ട് പോയി, നല്ല കുട്ടികളെ കിട്ടി. പിന്നെ ഒടുവിലായപ്പോൾ ചില ഈ ഭൂമി എടുക്കുന്നതിനെ പറ്റിയൊക്കെ ചുമ്മാ ആവശ്യമില്ലാതെ കുറച്ച് വിവാദങ്ങളൊക്കെ വന്നു. ഞാനത് തന്ത്രപരമായി ഞാൻ തല ഊരി പോരുകയും ചെയ്തു. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയൊക്കെയാണ് ഇതൊക്കെ ജീവിതാനുഭവങ്ങളാണ്. പിന്നെ എഴുത്തച്ഛൻ്റെ പേരിലാണിത്. അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഞാൻ ചുഞ്ചമ്പറമ്പിൻ്റെ മുമ്പിലൂടെയാണ് രാവിലെയും വൈകിട്ട് ഇങ്ങനെ പോകുന്നത്. 4 തവണ ഉച്ചയ്ക്ക് ഉണ്ണാൻ പോകണമെങ്കിൽ അങ്ങോട്ട്. അപ്പോൾ ഞാൻ ആചാര്യനോട് പറയുന്നത്, ആചാര്യൻ ആകെ പ്രശ്നത്തിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, എന്ന് നോക്കിക്കോണം കേട്ടോ, ഇദ്ദേഹത്തിന് വേണ്ടി സർവകലാശാല ഉണ്ടാക്കുകയാണ്. നേരെ മനസ്സുകൊണ്ട് ഒരു മാനസപൂജ, അങ്ങനെ എഴുത്തച്ഛനുമായിട്ടൊരു വൈകാരിക ബന്ധം സ്ഥാപിക്കാനും എനിക്ക് ആ വർഷങ്ങളിൽ സാധിച്ചു. അതിൻ്റെ ഫലമായി ഞാൻ പിന്നീട് എഴുത്തച്ഛൻ എഴുതുമ്പോൾ ഒരു പുസ്തകം എഴുതി, പുസ്തകം എന്ന് പറഞ്ഞൊരു കാവ്യം എഴുതി. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലെ ചില സുഹൃത്തുക്കളായിട്ട് ഞാൻ കരുതുന്നുള്ളൂ. വെല്ലുവിളികളൊന്നും വലിയ കുഴപ്പമില്ല. നമ്മൾ കൊള്ളരുതായ്മയോടൊന്നും ചെയ്യുന്നില്ലെങ്കിലും ഒരു വെല്ലുവിളിയും നമുക്ക് നമ്മുടെ ആത്മാവിൽ പിടിക്കേണ്ട കാര്യമില്ല. കൊച്ചു കൊച്ചു കോൺട്രവേഴ്സികളൊക്കെ വരും, അത് സാരമില്ല. കേരളത്തിൻ്റെ സ്വന്തം വയലാർ രാമവർമ്മ, അദ്ദേഹത്തുമായിട്ട് വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്ന ഒരാളെന്ന നിലയ്ക്ക് ഇന്ന് ഈ 50 വർഷം അദ്ദേഹത്തിൻ്റെ ദേഹത്യാഗത്തിന് ശേഷം താങ്കൾക്ക് എന്താണ് അദ്ദേഹത്തെപ്പറ്റിയുള്ള ഓർമ്മകൾ?
ആ ചോദ്യം വലിയ അപകടം പിടിച്ചൊരു ചോദ്യമാണ്. കാരണം എന്നോട് വയലാർ രാമവർമ്മയെ പറ്റി സംസാരിക്കാൻ പറഞ്ഞാൽ ഇനി എത്ര മണിക്കൂർ സംസാരിക്കാം. ഒരു കാര്യമേ പറയുന്നുള്ളൂ. വ്യക്തിപരമായി ഞാൻ വയലാർ രാമവർമ്മയോട് ശിഷ്യപ്പെട്ട ഒരാളാണ്. അദ്ദേഹത്തിന് അറിഞ്ഞുകൂടാ, ദ്രോണാചാര്യനും ഏകലവ്യനും പോലുള്ളൊരു ബന്ധമേ ഉള്ളൂ. അദ്ദേഹത്തിനോട് ശിഷ്യപ്പെട്ട ഒരാളാണ് ഞാൻ. എൻ്റെ വ്യക്തിപരമായി അദ്ദേഹത്തെ ഞാൻ 3-4 പ്രാവശ്യമേ കണ്ടിട്ടുള്ളൂ. എൻ്റെ അച്ഛൻ്റെ ഏറ്റവും വലിയ സുഹൃത്താണ്. സൗഹൃദത്തിൻ്റെ വില ഒരുപക്ഷെ കേരളത്തിന് തന്നെ ബോധ്യപ്പെടുത്തി കൊടുത്ത ഒരു അസാമാന്യനായിട്ടുള്ളൊരു മനുഷ്യന് വ്യക്തിത്വത്തിൻ്റെ ആയിരിക്കും. പിന്നെ അവഗാഹം, പിന്നെ സരസ്വതി കടാക്ഷം എന്ന് പറയുന്നത് അത് അളന്ന് തിട്ടപ്പെടുത്താൻ സാധ്യമല്ല. അത് നമ്മളൊരു പാട്ട് എഴുതാനിരിക്കുമ്പോഴേ ഈ വയലാർ എഴുതി പൂർത്തിയാക്കിയിട്ട് പോയി 3500 പാട്ടുകൾ, അതിൻ്റെ മഹത്വം നമുക്ക് മനസ്സിലാവും. നമ്മൾ എന്തുമാത്രം സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഒരു 12 വരി എഴുതി ഇത് അനായാസമായിട്ട് ഇങ്ങനെ എന്താണ് കീറ്റ്സ് പണ്ട് പറഞ്ഞത്, ലൈക്ക് ലീവ്സ് ടു എ ട്രീ, എന്താണ് പോയട്രി ഷുഡ് കം ആസ് നാച്ചുറലി ആസ് ലീവ്സ് ടു എ ട്രീ എന്ന കീറ്റ്സിൻ്റെ വളരെ പ്രസിദ്ധമായിട്ടുള്ളൊരു വാക്യമാണ്. അതുപോലെയാണ്. എങ്ങനെയാണ് ഒരു വൃക്ഷത്തിന് തളിരുകൾ വരുന്നത് പോലെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ട് അന്നും എന്നും വിസ്മയിക്കുന്ന ഒരു കുട്ടിയാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് വയലാറിനെ പറ്റി ഒരുപാട് പറയാനുണ്ട്. അദ്ദേഹം ഒരു ശുദ്ധനായിട്ടുള്ളൊരു ശുദ്ധ കവിയാണ്. മാത്രമല്ല വയലാർ എന്ന് പറയുന്ന വ്യക്തിത്വത്തിൽ, ഇന്ന് ഞാനതവിടെ പറയുകയും ചെയ്യും, വ്യക്തിത്വത്തിൽ ഒരുപാട് ധാരകൾ സംലയിക്കുന്നത് കൊണ്ടാണ് വയലാർ അനന്യനായിട്ട് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. എന്താണ്? സംസ്കൃത പാരമ്പര്യം, സംസ്കൃത വിദ്യാഭ്യാസം, വേദോപനിഷത്തുകളിലുള്ള അവഗാഹം, പിന്നെ ഒരു ക്ഷേത്രാന്തരീക്ഷത്തിലുള്ള വളർച്ച, തിരുമുൽപ്പാടാണല്ലോ അതിൻ്റെ ഒരു പശ്ചാത്തലം. എന്നാൽ നേരെ വിരുദ്ധമായിട്ട് കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളോടുള്ള അഭിനിവേശവും തൻ്റെ ചുറ്റും കണ്ട ഈ ചൂഷണങ്ങൾക്കെതിരെയുള്ള ഒരു ധാർമ്മികമായിട്ടുള്ള ഒരു ധാർമ്മിക രോഷവും ഒരു ഇടതുപക്ഷ സഹയാത്രികളിലെ കമ്മ്യൂണിസ്റ്റായി തീരുകയും ചെയ്യും. അതേസമയത്ത് ഗാന്ധിജി അദ്ദേഹത്തെ വലിയ സ്വാധീനിച്ചിട്ടുണ്ട്. ആദ്യത്തെ ഇത് തന്നെ പാദമുദ്രകൾ എന്ന് പറയുന്നതിന് ഗാന്ധിജിയെ പറ്റിയുള്ള കവിതകളാണ്. അപ്പോൾ ഗാന്ധിജി ദേശീയത, പിന്നെ ഭാരതീയമായിട്ട് ആക്ച്വലി അദ്ദേഹത്തിൻ്റെ ഭക്തിഗാനങ്ങൾ ഇന്നും അല്ല. അപ്പോൾ ഞാൻ പറയുന്നത് ഒരുപാട് ധാരകൾ വന്നിട്ട് ഒരു മനുഷ്യത്വമുള്ള ഒരു മനുഷ്യൻ്റെ ആത്മാവിൽ ഇങ്ങനെ ലയിച്ചു ചേർന്നപ്പോഴുണ്ടായ ഒരു അത്ഭുതമായിട്ടുള്ള ഒരു പുഷ്പിക്കലാണ് വയലാർ രാമവർമ്മയുടെ കാവ്യ ജീവിതം. അതാണ് അതിനെ കൂടുതൽ നമ്മൾ അദ്ദേഹത്തിലേക്ക് അടുക്കാൻ പ്രേരിപ്പിക്കുന്നത്. നമ്മൾ എന്ത് ചെയ്യുന്നുവോ അതവിടെയുണ്ട്. ഭക്തിയാണോ? അതുണ്ട്. മനുഷ്യത്വ വിപ്ലവമാണോ? അതുണ്ട്. എല്ലാം ഉണ്ട്. പിന്നെ കാളിദാസ് തുല്യമായിട്ടുള്ള കൽപ്പനാ വൈഭവം. ഇപ്പോൾ ഇന്നിപ്പോൾ അവിടെ തന്നെ എനിക്ക് ഒരു മണിക്കൂറോട്ട് പറഞ്ഞു തരുമെന്നാണ് എനിക്ക് സംശയം. ഇത്രയും നേരം നമ്മളുടെ കൂടെ സംസാരിച്ചത് കേരളത്തിൻ്റെ പ്രഗത്ഭനായ ഭരണാധികാരി, കവി, എഴുത്തുകാരൻ, വൈസ് ചാൻസലർ എന്നീ എല്ലാ മേഖലകളിലും സ്വന്തം പാദമുദ്ര പതിപ്പിച്ച P.K. ജയകുമാർ IAS സാറാണ്. അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ നമ്മൾ തൽക്കാലം ഇവിടെ വിരാമമിടുകയാണ്. ഈ യൂട്യൂബിൽ കേരള ഇൻ മുംബൈയുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഇത് എല്ലാവരും കാണണം. പ്രത്യേകിച്ച് മുംബൈയിലുള്ള മലയാളികൾക്ക് ഒരു വലിയ സന്ദേശമാണ് അദ്ദേഹം ആശയെപ്പറ്റിയും വയലാറിനെ പറ്റിയും നൽകിയത്. എല്ലാവർക്കും നമസ്കാരം.